പഴയ നിയമത്തിലെ ഒരു ആഘോഷത്തിൽ നിന്നാണ് ജൂബിലി സഭയുടെ ചരിത്രത്തിലെ ആരംഭിക്കുന്നത്. യഹൂദന്മാരെ 7 വർഷങ്ങൾ കൂടുമ്പോൾ അതിനൊരു സാബത്ത് വർഷം എന്ന് വിളിച്ചിരുന്നു. 7 സാബത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ 49 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ പിന്നീട് വരുന്ന വർഷത്തെയാണ് അവർ ജൂബിലി വർഷമെന്ന് വിളിച്ചത്. ജൂബിലി എന്ന വാക്ക് ഹൃദയത്തിലെ ആഹ്ലാദം തുടിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്ന താളമാണ് ജൂബിലി. ജൂബേൽ എന്ന പദത്തിൻ്റെ അർത്ഥം താളം പിടിക്കുക, താളം തെറ്റാതെ പാടുക. 7 സാബത്ത് വർഷം കഴിഞ്ഞു വരുന്ന 50ാമത്തെ വർഷം ജൂബിലി വർഷമാണ്. ജൂബിലി ആഘോഷിക്കുന്നതിന് പഴയ നിയമ ജനത 3 ലക്ഷ്യങ്ങളാണ് സ്വപ്നം കണ്ടിട്ടുള്ളത്. അത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയും. ജൂബിലിയുടെ 1ാമത്തെ ലക്ഷ്യം പിറകോട്ട് തിരിഞ്ഞു നോക്കുക, തമ്പുരാൻ നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുക. 2, ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കുക, വന്നുപോയ കുറവുകൾക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കുക, തെറ്റുകൾ തിരുത്തി 3ാമതായിട്ട് മുന്നോട്ട് നോക്കുക. നമ്മുടെ യാത്ര അവസാനിച്ചിട്ടില്ല. നമ്മുടെ യാത്ര ലക്ഷ്യത്തിലേക്ക് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ ചോദിക്കുക. ആയിരത്തി 1967 അമേരിക്കയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനം ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലെ ആവേശപൂർവമായിട്ടുള്ള പരിശുദ്ധാത്മാവിനോടുള്ള അഭിഷേക പ്രാർത്ഥനകളൊക്കെ കണ്ടപ്പോൾ കത്തോലിക്കരുടെ ഇടയിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയൊരു ദാഹമുദിച്ചു. അങ്ങനെയാണ് കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക് മുന്നേറ്റം ഉണ്ടാകുന്നത്. 1976 കരിസ്മാറ്റിക് മുന്നേറ്റം കേരള സഭയിൽ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിച്ചു. അതിൻ്റെ സുവർണ ജൂബിലി നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ്. ഇവിടെ നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപ് ഓർക്കേണ്ട ചിലരെ പ്രത്യേകം പേര് പറഞ്ഞോർത്തു. ഭയങ്കരനായിട്ടുള്ള കൊല്ലത്തെ മെത്രാനായിരുന്ന അഭിയോന്യനായ ജെറോം പിതാവ് കരിസ്മാറ്റിക്ക് തലയ്ക്കടിച്ച ഒരു വലിയ ഇടയനായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച ആർമണ്ടച്ചൻ, കപ്പൂച്ചൻ സഭയിൽ നിന്ന് ആർമണ്ടച്ചനാണ് ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനങ്ങൾ കേരളത്തിൽ സംഭവിക്കാനായിട്ട് കാരണക്കാരനായത്. കപ്പൂച്ചൻ ഫാദേഴ്സിൻ്റെ സഹായത്തോടുകൂടെ ഭരണങ്ങാനത്ത് ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ആരംഭിച്ചതായിട്ട് നമുക്കറിയാം. പിന്നീട് വിൻസെൻഷ്യൻ ഫാദേഴ്സിൻ്റെ നേതൃത്വത്തിൽ
പോട്ടയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഒരു നവീകരണ കേന്ദ്രം ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, പോട്ട ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് കരിസ്മാറ്റിക്കിൻ്റെ ഒരു അടയാള നാഴികക്കല്ലാണ് പോട്ട. പോട്ടയിലെ സ്ഥലം പോരാതെ വന്നപ്പോൾ അന്ന് സ്ഥലം അന്വേഷിച്ച് അന്നത്തെ മാത്യു നായ്ക്കലാമ്പറമ്പിലച്ചനും പനക്കലച്ചനും വള്ളൂരാനച്ചനും ഒക്കെ വട്ടം കറങ്ങി നടക്കുന്ന സമയത്ത് കുണ്ടുകുളം പിതാവ് അവരോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം, നിങ്ങൾ വല്ലതും അന്വേഷിക്കുക. അപ്പോഴാണ് ഇവിടെ തൃശ്ശൂരിലെ കച്ചവടക്കാരെല്ലാം കൂടെ ആരോഗ്യ മേഖലയിൽ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റല് ഇവിടെ തുടങ്ങി. ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഡിവൈൻ ഹോസ്പിറ്റൽ എന്നായിരുന്നു. കുണ്ടുകുളം പിതാവ് അവരോട് നല്ല വാക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, പിതാവ് ഞങ്ങളത് തന്നേക്കാം, ഞങ്ങൾക്ക് അത്യാവശ്യം കാശൊക്കെ തരണം. അപ്പോൾ പിതാവ്, നിങ്ങൾക്കറിയാം, വളരെ ജനകീയനായിട്ടുള്ളൊരു പിതാവാണ്. പിതാവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞേക്കാം, നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയ ഈ ഡിവൈൻ ഞാൻ പേര് മാറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ആ പേര് നിലനിർത്തിക്കൊണ്ട് ഞാൻ ഇതിനെ പരിവർത്തനം ചെയ്തോളാം. അങ്ങനെയാണ് ഈ വലിയ മുന്നേറ്റത്തിന് ഡിവൈൻ എന്ന പേര് സംജാതമാകുന്നത്. ഞാൻ കുണ്ടുകുളം പിതാവ് മരിച്ചിട്ട്, പിതാവ് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് മരിച്ചത്. പിതാവിൻ്റെ മൃതശരീരം ഇതിലൂടെ കടന്നുപോയപ്പോൾ മാത്യു നായ്ക്കമ്പറമ്പിലച്ചനും പനക്കലച്ചനും ഇവിടെയുള്ള വിൻസെൻഷൻ അച്ഛന്മാരും ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലെ 2 കൈയിലും റോസാപ്പൂക്കൾ പിടിച്ചിട്ട് ജനങ്ങളെ നിരത്തിയത് ഞാൻ ഓർക്കുന്നു. കുണ്ടുകുളം പിതാവിനോടുള്ള അവരുടെ കൃതജ്ഞതയും ആദരവും പ്രകടിപ്പിക്കാനായിട്ട്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പന്തക്കുസ്തായ്ക്ക് നൽകിയ ഒരു വലിയ ഉപദേശത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഒരു സത്യം, അതെനിക്ക് തോന്നുന്നു ഇന്ന് ഈ ജൂബിലി വേളയിൽ ഓർമ്മിക്കാൻ നമുക്ക് കാരണമാകട്ടെ. പെന്തക്കോസ്റ്റ് ഈസ് നോട്ട് an end reality. It shall be a never-ending reality. കഴിഞ്ഞുപോയ എന്തിൻ്റെ ഒന്നിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്നതല്ല പന്തക്കുസ്ത. ഒരിക്കലും അവസാനിക്കാത്ത പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെ ആഘോഷമാണ് പന്തക്കുസ്ത. അതുകൊണ്ട് ഞാൻ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ 25 വർഷത്തെ ജൂബിലി കൊണ്ടാടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനവും സംഭാവനയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയെ കെട്ടിപ്പടുക്കുന്നതിൽ കൊടുത്തിട്ടുള്ള സംഭാവനയാണ്. നമുക്ക് സ്ഥാപനങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നവീകരിക്കപ്പെട്ടവരിലൂടെയും കേരള സഭയിലെ മാവിൽ ചേർത്ത പുളിമാവ് പോലെ കേരള സഭയെ പുളിപ്പിക്കാനായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രവും കരിസ്മാറ്റിക് മുന്നേറ്റവും കാരണമായി എന്നതിൻ്റെ പേരിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ റിന്യൂവൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഈ റിന്യൂവൽ എന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. പള്ളി പുതുക്കി പണിയുന്നതിന് പറയുന്നത് ഞങ്ങളുടെ പള്ളി റിന്യൂ ചെയ്യാണ്.
കെട്ടിടങ്ങളും കല്ലും മണ്ണും കൂട്ടി പുതുക്കി പണിയുന്നതിനെ അല്ല കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലെ റിന്യൂവൽ എന്ന് പറയുന്നത്. റിന്യൂവൽ എന്ന വാക്ക് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലെ ഉപയോഗിക്കുന്നത് പ്രഥമത വ്യക്തികളുടെ നവീകരണത്തിനെ ഓർമ്മപ്പെടുത്താനാണ്. ദ റിന്യൂവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. പന്തക്കുസ്തായിലെ നൽകപ്പെട്ട ദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മുടെ സഭകളെ ഓർമ്മപ്പെടുത്തിയ ഒരു വലിയ മുന്നേറ്റമാണ് കരിസ്മാറ്റിക് മുന്നേറ്റം. ഞാൻ മേജർ ആർച്ച് ബിഷപ്പായതിനു ശേഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നോട് സഭയെക്കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞു, പ്രത്യേകിച്ച് കേരളത്തിലെ സഭയെക്കുറിച്ച്. അത് 3 എനിക്ക് തോന്നുന്നു കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായി സഭ നടത്തിയ പോരാട്ടത്തിൻ്റെ ഓർമ്മകളുടെ സമ്മാനങ്ങളാണ്. 1, നിങ്ങളുടെ സഭയിലെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ അനുദിന ബലിയോട് ജനം കാണിക്കുന്ന അനിതര സാധാരണമായിട്ടുള്ളൊരു ഭക്തി. നമ്മൾ ഞായറാഴ്ച കുർബാനക്കാരല്ല. നല്ല കത്തോലിക്കൻ കേരളത്തിലെ സമയമുണ്ടെങ്കിൽ, കൊക്കിൽ ജീവനുണ്ടെങ്കിൽ എല്ലാ ദിവസവും കുർബാന കാണാൻ കൊതിക്കുന്നവനാണ്. ഇതൊരു വലിയ കാര്യമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലെ കരിസ്മാറ്റിക് മുന്നേറ്റം നൽകിയ സംഭാവനകൾ അനിതര സാധാരണമാണ്. 2, കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ കേരള സഭയ്ക്ക് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ. 1, ഭക്തിയിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വായനയിലേക്കും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ജീവിതത്തിലേക്കും കടക്കാനുള്ള ഒരു വലിയ പ്രചോദനം. ഇന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കാത്തവരെ കേരള സഭയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവം ഉണ്ടാകാം. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുക, വിശുദ്ധ ഗ്രന്ഥം പ്രഘോഷിക്കുക, അത് കരിസ്മാറ്റിക് മുന്നേറ്റം നൽകിയ വലിയ ഒരു കൃപയാണ്. ഞാനിവിടെ ഫിയാത്ത് മിഷൻകാരെയൊക്കെ കണ്ടു. ഞാൻ അവരെ മാത്രം എടുത്ത് പറയുന്നതിൽ നിങ്ങൾ ആരും പരിബോധം വിചാരിക്കരുത്. അവർ ചെയ്യുന്ന ഏക ശുശ്രൂഷ എന്താണെന്നറിയാമോ? ആരും അറിഞ്ഞിട്ടില്ലാത്ത ബൈബിള് ഭാഷകൾ അവരവരുടെ ഗോത്രഭാഷകളിലും നാട്ടുഭാഷയിലും തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവർ നടത്തുന്നൊരു പോരാട്ടമുണ്ട്. അത് നമ്മുടെ സന്യാസ സഭകളും ആശ്രമങ്ങളും സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ ആസ്പത്രികൾ നടത്തുന്നുണ്ട്, നമ്മൾ പള്ളിക്കൂടങ്ങൾ നടത്തുന്നുണ്ട്, നമ്മൾ ആതുരാലയങ്ങൾ ഇതൊക്കെ വലിയ ശുശ്രൂഷകളാണ്. ഞാൻ അതിനെ ഒന്നും കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ബൈബിള് കത്തോലിക്കൻ്റെ തലയ്ക്ക് വെച്ചിരിക്കുന്ന കിരീടമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ കാരണമായത് കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലൂടെയാണ്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ അച്ഛൻ കുടുംബ പ്രതിഷ്ഠയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ തന്ത്രം ചെയ്യാറുണ്ട്. എന്താണെന്നറിയാമോ? അച്ഛൻ ഒരു വീട്ടിലെ കർമ്മം കഴിയുമ്പോൾ ആ വീട്ടിലെ ബൈബിൾ അടുക്കളയിൽ കൂടെ കൊണ്ടുവന്ന് അച്ഛൻ വരുന്നതിന് മുമ്പ് പ്രതിഷ്ഠിച്ചു വയ്ക്കും. സ്വന്തമായിട്ട് ബൈബിളുള്ള കുടുംബങ്ങൾ, സ്വന്തമായിട്ട് ബൈബിൾ വായിക്കുന്ന ഒരു താല്പര്യമുള്ള കുടുംബങ്ങൾ നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മളതിൻ്റെ പേരിൽ മോശം ക്രിസ്ത്യാനികളാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. പക്ഷെ ഇന്ന് ബൈബിള് പൂർണ്ണമായിട്ട് വായിക്കാത്തവൻ, ബൈബിള് പൂർണ്ണമായിട്ട് എഴുതി പഠിക്കാത്തവൻ, ബൈബിള് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടം കാണിക്കാത്തവൻ കത്തോലിക്കനല്ല എന്ന് വരുന്ന അർത്ഥത്തിൽ ബൈബിളിൻ്റെ വ്യാഖ്യാനവും വ്യാപനവും കരിസ്മാറ്റിക് മുന്നേറ്റത്തിലൂടെ സംഭവിച്ചു എന്നുള്ളതിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഞാൻ കരഘോഷങ്ങളോടുകൂടി നന്ദി പറയുകയാണ്.
കരിസ്മാറ്റിക് മുന്നേറ്റം നമുക്ക് വ്യക്തികൾക്ക് വരുത്തിയ മാറ്റം പോലെ തന്നെയാണ് കുടുംബങ്ങളിലുള്ള മാറ്റങ്ങൾ. നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മക്കളെ. നമ്മുടെ കുടുംബങ്ങളിലെ കുറെ കൂടി ചിട്ടയായും ചിതമായും ഒക്കെ ജീവിക്കുന്ന ഒരു ശൈലി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, മദ്യവർജനം 100% സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തിലൂടെ 7 അയലക്കത്ത് മദ്യം അടുപ്പിക്കാത്ത ധാരാളം കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഉടലെടുത്തു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കണം. ആഡംബരങ്ങൾ, സ്വർണം, വസ്ത്രങ്ങൾ, ഇതൊക്കെ ഒരു ബാഹ്യമോടിയാണെന്നും ഇതിലല്ല നമ്മുടെ ആഭിജാത്യം ഇരിക്കുന്നത് എന്നൊക്കെ ജനങ്ങൾക്കിന്ന് നല്ല തിരിച്ചറിവുണ്ട്. വലിയ തിരിച്ചറിവോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സ്വർണവും ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഒരു പരിധി വരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. ആ നിർത്തേണ്ടടുത്ത് നിർത്താനായിട്ട് നമ്മുടെ ജനത്തിനെ ശാക്തീകരിച്ച ദൈവത്തിൻ്റെ ഒരു കൃപയുടെ മൂവ്മെൻ്റാണ് കരിസ്മാറ്റിക് മൂവ്മെൻ്റ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ ഇടവകളിലൊക്കെ പണ്ട് വാർഷിക ധ്യാനമൊക്കെ ഉണ്ടായിരുന്നു, ഒരു നല്ല കുമ്പസാരമൊക്കെ ഉണ്ടായിരുന്നു. അതും മാറ്റിയിട്ട് പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ, വീട് വീടാന്തരം കയറി ഇറങ്ങുന്നു, വരാത്തവരെ പിടിച്ചുകൊണ്ടുവരുന്നു, ആളുകളെ ഒന്നിപ്പിക്കുന്നു. ഇടവക മുഴുവൻ നവീകരിക്കാനായിട്ട് കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് നടത്തിയ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളെക്കുറിച്ച് എത്ര കർത്താവിനെ മഹത്വപ്പെടുത്തിയാലും പോരാ പോരാ എന്ന് എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നുണ്ട്. അത്രയ്ക്ക് വളരെയേറെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ സഭയുടെ ഒരു വലിയ നന്മ എന്ന് പറയുന്നത് ഇന്നും നമുക്ക് ദൈവവിളികൾക്ക് കുറവില്ല. ലക്ഷണങ്ങൾ കുഴപ്പം പിടിച്ച ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇന്നും നമുക്ക് ദൈവവിളികൾക്ക് കുറവില്ല. നിങ്ങൾ വിചാരിക്കുന്ന ദൈവവിളികൾ കിട്ടുന്നത് നിങ്ങൾ സത്യദീപത്തിലും പ്രേക്ഷിത കേരളത്തിലും മേരി വിജയത്തിലും ഷാലോമിലൊക്കെ കൊടുക്കുന്ന പരസ്യങ്ങൾ കൊണ്ടാണെന്നാണ്? അല്ല. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് പോയില്ലെങ്കിൽ അത് കർത്താവ് പിടിക്കുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതിൽ, ദൈവവിളി വർദ്ധിപ്പിക്കുന്നതിൽ കരിസ്മാറ്റിക് മുന്നേറ്റം ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കവാടമായിട്ട് നമ്മുടെ സഭയിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ആരാധനാലയങ്ങൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു റോമിലെ ബസിലിക്കകളിലെ ആരാധനാ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന്. പിന്നീട് പരിശുദ്ധ പിതാവ് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് തൃശ്ശൂരത്തെ കാര്യം പറയുന്നത്. തൃശ്ശൂർ രൂപത അതിൻ്റെ ശതാബ്ദി കൊണ്ടാടിയപ്പോൾ അന്ന് രൂപതയിലേക്ക് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് വന്ന കാർഡിനൽ ലൂർദ് സ്വാമി പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, ഹോളി ഫാദർ വുഡ് ലൈക്ക് ടു ഹാവ് എ യൂക്കറിസ്റ്റിക് അഡോറേഷൻ സെൻറ്റർ സ്റ്റാർട്ടഡ് ഇൻ മെമ്മറി ഓഫ് ദ സെന്റിനറി സെലിബ്രേഷൻ ഓഫ് ദിസ് ആർച്ച് ഡയസിസ്. അന്ന് കുണ്ടുകുളം പിതാവ് നടത്തിയ ചങ്കൂറ്റം നിറഞ്ഞൊരു തീരുമാനമാണ് തൃശ്ശൂർ പുത്തൻപള്ളിയിലെ പരിശുദ്ധ കുർബാനയുടെ ഒരു ആരാധനാ കേന്ദ്രം തുടങ്ങിയത്. ഇന്ന് നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും അവിടെ ആരാധനയുണ്ട്. ആ പള്ളിയിൽ കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അച്ഛന്മാർ സൗകര്യത്തിന് പറയുന്നത്, നിങ്ങൾ ഇവിടെ കുമ്പസാരിക്കേണ്ട, പുത്തൻപള്ളിയെ പോയി കുമ്പസാരിച്ചുകൂടെ നിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പക്ഷേ നമുക്ക് ആരാധനാലയങ്ങൾ, പ്രാർത്ഥനാലയങ്ങൾ, കുമ്പസാരക്കൂടുകൾ
ഇതൊക്കെ നൽകുന്നതിൽ കരിസ്മാറ്റിക് മുന്നേറ്റം വളരെയേറെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം മനുഷ്യരെ കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് മാനസാന്തരം വന്നിട്ട് ജീവിതത്തിലെ നന്മ പ്രവർത്തിക്കാൻ നല്ല സമറായക്കാരായിട്ട് സ്വന്തം വീട്ടിൽ തന്നെ രോഗികളെ താമസിക്കുന്നവരെ, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ പാവപ്പെട്ട രോഗികൾക്ക് താമസിക്കാൻ വിട്ടുകൊടുക്കുന്നവരെ, ധാരാളം മനുഷ്യരെ രോഗികളെ ആസ്പത്രികളിലേക്കും ആതുരാലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശുശ്രൂഷകൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിലെ സൃഷ്ടിച്ച വലിയ ഒരു കൃപയാണ്. അവരിൽ മുട്ടുപാടുണ്ടായിരുന്നവർ ആരും തന്നെ മുട്ടുപാടുള്ള മനുഷ്യരെ കണ്ടെത്തി അവർക്ക് കരം കൊടുത്ത് കരുത്ത് പകർന്ന് അവർ സന്തോഷത്തോടുകൂടി ഈ ലോക യാത്രയിലെ അനുഗമിക്കുന്നതിൽ ഇന്ന് കേരള സഭ നടത്തുന്ന ഒരു എക്സ്ട്രാ മൈല്, അത് കരിസ്മാറ്റിക് മുന്നേറ്റം സഭയുടെ മേൽ കൊടുത്ത വലിയ കൃപയുടെ വരദാനമാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ ദീർഘമായിട്ട് പറഞ്ഞ് നീട്ടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. 3 കാര്യങ്ങളാണ് കരിസ്മാറ്റിക് സുവർണ ജൂബിലി വേളയിൽ എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അത് 3 മറിയത്തിൻ്റെ 3 വലിയ നിയോഗങ്ങളാണ്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം മാലാഖയിൽ നിന്ന് മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. തൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭവതിയാണെന്ന്. പ്രായാധിക്യത്തിലെ അവൾ ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ മംഗളവാർത്ത സ്വീകരിച്ച മറിയം മംഗളവാർത്തയ്ക്ക് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം 3 കാര്യങ്ങൾ ചെയ്തതായിട്ട് ലൂക്കാ സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്. ഒന്ന്, അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. മേരി ഇൻ ഹേസ്റ്റ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, മറിയത്തിൻ്റെ തിടുക്കം കരിസ്മാറ്റിക് മുന്നേറ്റം ഏറ്റെടുക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് തിടുക്കമുള്ളവരാകണം. വ്യക്തികളെ തൊടുവാൻ, കുടുംബങ്ങളെ സ്പർശിക്കാൻ, ഇടവകളെ നവീകരിക്കാൻ, നാടിനെ മുഴുവൻ തൊടുന്ന ഒരു തിടുക്കമുള്ള സഭ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ സഭ ഇന്നൊരു ആലസ്യം പിടിച്ചൊരു സഭയാണ്. എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കുക. അല്ല, നമുക്കൊരു തിടുക്കമുണ്ടാകണം. ആവേശത്തോടുകൂടെ നമുക്ക് യാത്ര തുടങ്ങണം. ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലി അതിനെ നമ്മളെ പ്രേരിപ്പിക്കും. 2, മറിയം യാത്ര ചെയ്തത് സമതലങ്ങളിലൂടെയല്ല, മലമ്പ്രദേശങ്ങളിലൂടെയാണ്. ജീവിതം എളുപ്പമാക്കാനുള്ള തന്ത്രങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ വലിയ പ്രലോഭനമാണ്. എല്ലാം എളുപ്പമാക്കണം, ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എല്ലാം എളുപ്പമാക്കാനായിട്ട് നമ്മൾ നടത്തുന്ന വലിയൊരു പോരാട്ടമുണ്ട്. അവിടെ മറിയത്തെക്കുറിച്ച് പറയുന്നു, അവൾ മലമ്പ്രദേശത്തോടുകൂടെ യാത്ര ചെയ്തു. ഗാഗുൽത്തായിൽ എത്തിച്ചേരണമെങ്കിൽ കാൽവരി ചവിട്ടിക്കയറാതെ പറ്റില്ല. ജീവിതം സുഖപ്രദമാക്കാനായിട്ട് നമ്മൾ ഏർപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രതീകങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് മലകൾ കയറാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഇത്തവണ മലയാറ്റൂർ മല കയറി 70ാമത്തെ വയസ്സിൽ. എന്നോട് പലരും ചോദിച്ചു, പിതാവിന് പറ്റുമോ എന്ന്. കയറിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ഇനിയും കയറാൻ എന്നെ കൊണ്ട് പറ്റും. മലമ്പ്രദേശങ്ങൾ കയറാനുള്ള ആവേശം,
ജീവിതം എളുപ്പമാക്കുമ്പോൾ, ജീവിതം സുഖപ്രദമാക്കുമ്പോൾ, ജീവിതം വളരെ സൗകര്യമുള്ളതാക്കി മാറ്റുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുപോകുന്നു. കർത്താവിൻ്റെ 2 ശിഷ്യന്മാരെ ജെറൂസലേമിലെ അടിപൊട്ടാനുള്ള സാധ്യതയുണ്ടെന്നറിഞ്ഞപ്പോൾ വിട്ടുപോയി. അവർ ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക്, ഭൂമിശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ജെറൂസലേം കിഴക്കോട്ടാണ്, എമ്മാവൂസ് പടിഞ്ഞാട്ടാണ്. ഇവർ രണ്ടുപേരും കിഴക്ക് നിന്ന്, ഉദയത്തിൽ നിന്ന് അസ്തമനത്തിലേക്ക് കർത്താവ് അവരുടെ കൂടെ കൂടിയെന്നാ പറയുന്നത്. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ ജെറൂസലേമിൽ നിന്ന് പോവാ, അവിടെ നല്ല അടിപൊട്ടാനുള്ള സാധ്യതകളുണ്ട്, ഞങ്ങൾ വിട്ടുപോരുന്നവരാ. കർത്താവ് അവരോട് പറഞ്ഞു, ഇപ്പം സന്ധ്യയായി, നമുക്ക് അത്താഴം കഴിക്കാം. എമ്മാവൂസിൽ സത്രത്തിൽ അവർ വന്ന് അപ്പമെടുത്ത് വാഴ്ത്തി കർത്താവ് അത് മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത് കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പക്ഷെ കർത്താവ് അപ്രത്യക്ഷനായി. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരനോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ജീവിതം കൂടുതൽ സുഖപ്രദമാകുമ്പോൾ നമ്മൾ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമുക്ക് ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യണം. കർത്താവ് നഷ്ടപ്പെട്ടവർ, അത് മുറിക്കപ്പെടുമ്പോൾ, ഭാര്യമാരോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഭർത്താക്കന്മാരെ എളുപ്പമല്ല, പക്ഷെ മുറിക്കപ്പെടുന്നവരാകുക. മക്കള്, ഞാൻ 10ാമത്തെ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും അത് നടക്കുന്ന കാര്യമല്ല അച്ഛാ എന്ന്. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ മക്കൾ കൂടുതൽ സ്വീകരിക്കുക. പണം കൂടുതൽ വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ലേ, മക്കൾ കൂടുതൽ വരട്ടെ. ആരാ നിങ്ങളോട് പറഞ്ഞത് നമ്മളൊന്ന് നമുക്കൊന്നെന്ന്? ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സൗകര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്താ നിന്നെ അനുഗ്രഹിക്കുന്ന അടയാളം? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ഞാൻ നിനക്ക്. ഇന്ന് നമ്മുടെ സമുദായം നിങ്ങൾക്കറിയാമോ, മൈനോറിറ്റിയാണ്, ന്യൂനപക്ഷമല്ല. ന്യൂനപക്ഷത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിലെ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന അതിന്യൂനപക്ഷമാണ് നമ്മൾ. കാരണം എന്താണെന്നറിയാമോ? നമ്മളൊന്ന് നമുക്കൊന്ന്. നമുക്ക് കൂടുതൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ജൂബിലി വേളയിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാൻ കാരണമാകട്ടെ. ഞാൻ അവസാനിപ്പിക്കും. സുവിശേഷം പ്രസംഗിക്കാത്ത സഭ ചത്ത സഭയാണ്. മിഷനിലേക്ക് പോകണം നമ്മൾ. ഞാൻ കന്യാസ്ത്രീകളോടും അച്ഛന്മാരോടൊക്കെ പറയാറുണ്ട്, ഗവൺമെൻറ് സ്കൂൾ പിടിച്ചെടുത്താലും ഒരു കുഴപ്പമില്ല, പൊക്കോട്ടെ. അങ്ങനെയെങ്കിലും നമ്മൾ മിഷനിലേക്ക് പോകണം. ഞാൻ മിഷനിലേക്ക് പോകാത്ത സഭയ്ക്ക് നിലനിൽപ്പില്ല. ഇന്ത്യ മുഴുവനും നമ്മുടെ നാടാണ്, നമുക്ക് സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ്. ആഫ്രിക്കയിലും മറ്റ് ലാറ്റിൻ അമേരിക്കയിലൊക്കെ മിഷന് സാധ്യതയുണ്ട്. നമുക്ക് കൂടുതൽ മിഷനിലേക്ക് തുറവിയുള്ളവരാകാനായിട്ട് ഈ കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ സുവർണ ജൂബിലി നമ്മെ പ്രചോദിപ്പിക്കട്ടെ. സ്നേഹമുള്ളവരെ, തിടുക്കമുള്ളൊരു മറിയം, മലമ്പ്രദേശങ്ങൾ കയറാൻ ചങ്കൂറ്റം കാണിച്ചൊരു മറിയം, ഗർഭിണിയായ എലിസബത്ത് സ്നാപകനെ പ്രസവിക്കുവോളം അവൾക്ക് കൂട്ടിരുന്ന മറിയം നമുക്ക് മാതൃകയാകട്ടെ. ഇന്ന് മാർ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ജോലിയെടുക്കാത്തവൻ കൂലിക്കർഹനല്ലെന്നുള്ള വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. നമ്മൾ പ്രായമായി, റിട്ടയർഡായി, ഇനി ഒരു പണിയും വേണ്ട. ഞാൻ എന്നോട് ഒരു കുടുംബം പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്ക് 2 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നുണ്ട് പിതാവ്, ഇനി ഒന്നിനും പോകണ്ട. ഈ 2 ലക്ഷം രൂപ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ച് സുന്ദരമായിട്ട് ടിവിയും കണ്ടിരിക്കുന്ന നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് കരുതുന്നത് വൃഥാവിലാണ്. മിഷനിൽ പോകാത്ത ആരും തന്നെ സ്വർഗത്തിൽ പോകില്ലെന്ന് തിരിച്ചറിയുക.
മിഷനിലേക്ക് ഇറങ്ങാനായിട്ട് ധൈര്യം കാണിക്കുക. തലവെട്ടട്ടെ, എന്തെങ്കിലും സംഭവിക്കട്ടെ, മിഷൻ പ്രവർത്തനങ്ങളില്ലാത്ത സഭയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആദിമസഭ രക്തസാക്ഷികളുടെ ചുടുനിണം വീണ മണ്ണിലാണ് പടർന്ന് പന്തലിച്ചത്. ജീവിതം സുഖപ്രദമാകുമ്പോൾ സഭ തളരുകയാണെന്ന് തിരിച്ചറിയുക. ഞാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന യാചിക്കുകയാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം. സഭയുടെ എല്ലാ നിയോഗങ്ങൾ, നമ്മുടെ സിറോ മലബാർ സഭയുടെയും ലാറ്റിൻ സഭയുടെയും മലങ്ക് സഭയുടെയും എല്ലാ സന്യാസ സമൂഹങ്ങളുടെയും എല്ലാ രൂപതകളുടെയും എല്ലാ സംഘടനകളുടെയും എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നവീകരണത്തിൻ്റെ ജൂബിലിയുടെ കുർബാന കർത്താവിനെ ആത്മാർത്ഥതയോടും ആഴമായ ഭക്തിയോടും തുടർന്നുള്ള നമ്മുടെ പുനർസമർപ്പണം കൊണ്ടും പൂർത്തിയാക്കാൻ ഇടവരട്ടെ. ആമേൻ.